ഞാൻ നോക്കും കുറെ ലെയർ, അതായത് ഇവിടുന്ന് എടുത്ത് അങ്ങനെ വെക്കുക, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഞാൻ ഇത് എന്തിട്ടാണ് ഈ കാട്ടി തരുന്നത്? സീരിയസ്ലി ഒന്നും മനസ്സിലായില്ല ഫസ്റ്റ്. വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ. ഇപ്പൊ വീഡിയോ ഷൂട്ടിങ് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പൊ സ്വയം നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഫീലാണ്. സംഗീതം ഇടാണ്ട് എന്തോരം നാളെ? ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയി. ഞാൻ വരണത് 2 മാസം മുന്നല്ലേ? അതന്നെ, ഞാൻ ജൂലൈയിലായിരുന്നു ജോയിൻ ചെയ്തത്. നീ അപ്പൊ എന്നിട്ടാ വീഡിയോ എഡിറ്റിംഗ് ആണോ പഠിച്ചേ? അല്ല, വീഡിയോ എഡിറ്റിംഗ് അല്ല, ഞാൻ മൾട്ടിമീഡിയ കോഴ്സ് പഠിച്ചപ്പോൾ അതിൻ്റെ ഉള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് 3D ആയാലും ഇങ്ങനത്തെ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനത്തെ എല്ലാ ഗ്രാഫിക്സ് ഡിസൈനിങ്. 3D ആണോ പഠിച്ചേ? പഠിക്കുമ്പോൾ സമയത്ത് എല്ലാം പഠിച്ചിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായത് 3D-യിലായിരുന്നു. സ്കോപ്പ് അന്നത്തെ ഒരു സമയത്തെ ചിന്താഗതിയും ഇതൊക്കെ വെച്ചിട്ട് 3D-യിലായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പോൾ 3D-ക്ക് കയറി. 3D-ക്ക് കയറി പകുതി എത്തിയപ്പോഴാണ് 3D കുറച്ചും കൂടി ഇൻട്രസ്റ്റ് പോയിട്ടില്ല. ഏകദേശം എന്താ പറയാ, ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എനിക്ക് ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അതിപ്പോ ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ആ സമയത്ത് അങ്ങനെ കിട്ടിയിരുന്നില്ല. ആ സമയത്താണ് ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു കാര്യം എനിക്ക് വന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഇപ്പോ ഒരു എഡിറ്ററാണ്. അപ്പൊ നീ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഞാൻ വന്ന ടൈമിൽ വന്നു എന്നല്ല പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ എത്തി. അപ്പൊ നിനക്കിപ്പോ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റി? ഞാൻ കോളേജ് പഠിച്ച രീതിയല്ല ഇവിടെ, അതായത് നമ്മൾ കോളേജിൽ ബേസ് ആയിട്ടാണല്ലോ പഠിക്കണേ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കൂടുതൽ അഡ്വാൻസ്, അതായത് ഞാൻ ചെയ്തൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ, അത് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോന്നായിട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. AI അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ചെയ്യണ പോസ്റ്റ് ആയാലും നമ്മൾ നാളെ ചെയ്യണത്. അപ്പൊ ഓരോ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 3D ആയിരുന്നു എന്നുള്ളത്. അപ്പൊ 3Dന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഇതുണ്ടാവൂലേ. അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോ ഒരു ഫസ്റ്റ് വന്നൊരു മാസമൊക്കെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അത് എല്ലാവരും പറയും, ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയും. ഇപ്പൊ ഇന്റേൺ ആയിട്ട് കയറിയ സമയത്താണെങ്കിലും അങ്ങനല്ല, ഒരു മാസമൊക്കെ ഭയങ്കര സൈലന്റ്. കാരണം ഇതിക്ക് ഒരു ട്രാക്ക് ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ആ ട്രാക്കിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തപ്പോ അതിൻ്റെതായ കുറച്ച് ഇതില് ഒരു മാസമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സീനിയേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരായിട്ട് കമ്പനി. എന്താണ് കൂടുതൽ പഠിച്ച എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ഇപ്പോ പ്രീമിയർ ഒക്കെ ലേറ്റസ്റ്റ് വെർഷനാണ്. അപ്പൊ അതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് AI-യുടെ അപ്ഡേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോ. അതുപോലെ തന്നെ പിന്നെ എഡിറ്റിംഗ്, മറ്റേ ഡിസൈനിങ് ആണെങ്കിലും ഫോട്ടോഷോപ്പ് അതിലും ഉണ്ടല്ലോ AI-യുടെ. അപ്പൊ അതും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ 3D ആണ് ഇഷ്ടം, വീഡിയോ എഡിറ്റിംഗ് ആണ് ഇഷ്ടം? വീഡിയോ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ. പ്രൊമോഷൻ കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് പരിപാടികളായാലും എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പൊ നമ്മ തന്നെ സ്വയം ഷൂട്ട് ചെയ്ത് സ്വയം എഡിറ്റ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു അഭിനയമുണ്ട്. അത് ഇടയ്ക്കൊക്കെ ചെറുതായിട്ട്. അത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോ വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ ഷൂട്ടിങ്. അതായത് നമ്മളിപ്പോൾ പ്രൊമോഷൻ ഒരു സ്ക്രിപ്റ്റ് പോലൊരു ഇത് തരും, എന്നിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുക. അവർ പ്രസന്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ആ പ്രസന്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ തന്നെ ആ സ്ക്രിപ്റ്റ് വെച്ച് അതിടയ്ക്കൊക്കെ അങ്ങനത്തെ ചില സമയത്ത് അങ്ങനത്തെ ഇതിലൊക്കെ സ്വയം തന്നെ ഷൂട്ട് ചെയ്യാൻ വേറെ ആളുണ്ടോ, പ്രസന്റ് ചെയ്യും, എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ചെയ്യാറ്. ഇപ്പോ ഡിസൈനിങ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോ ഡിസൈനിങ് അല്ലാണ്ട് വേറെ എന്തൊക്കെ അറിയാൻ ചെയ്യാനായിട്ട്? ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റിംഗിന്റെ അഡോബ് പ്രീമിയർ പ്രോന്റെ ബേസ് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പൊ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിപ്പോ പഠിച്ചോണ്ടിരിക്കാണ്. ചെറുതായിട്ടൊക്കെ ചെയ്യാം. വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഡിസൈനിങ് ഫീൽഡാണ്. അപ്പൊ വീട്ടിലെ ആൾക്കാർക്ക് ഒരു കൺസേൺ അങ്ങനത്തെ എനിക്ക് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് അങ്ങനെ അതിനെപ്പറ്റി അറിയത്തില്ല കൂടുതൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് ഒരു കൂടുതൽ അറിവ് വന്നു തുടങ്ങി. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെയാണല്ലോ, ഡിജിറ്റൽ ആണല്ലോ ഫുള്ളും. അപ്പൊ അവർക്കും ഓക്കെ ആയി തുടങ്ങി. ചെയ്യുന്ന വർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവർക്കും. അതാണ് മെയിൻ. നമ്മൾ ഓരോ ദിവസം വെവ്വേറെ സാധനങ്ങൾ ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. സ്ക്രീൻ ഫുൾ കളർഫുൾ ആണ്, അതുകൊണ്ട് ബോർ അടിക്കത്തോന്നി. നല്ല അടിപൊളി വർക്കാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ, അടുത്ത് എന്താ ചെയ്യുമ്പോൾ ഇവർ എന്ത് കണ്ടന്റ് തരാൻ പോണേ, അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റ് നല്ല പൊസിഷനിലല്ലേ വന്നായിരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എഡിറ്റിംഗ് മാത്രമല്ല ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? എന്തൊക്കെ പഠിക്കാൻ പറ്റി? ഷൂട്ടിംഗ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ
നമ്മളിപ്പോ ഞാനിപ്പോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ചിലപ്പോൾ ഞാനൊക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് തൊട്ട് ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്ലസ് പോയിന്റ്. അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ അത്. അപ്പോൾ അതുപോലെ ആണെങ്കിൽ ഇപ്പോൾ വീഡിയോ ഷൂട്ടിങ് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പം സ്വയം നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഫീലാണ്. ഇവിടെ സംഗീതം ഞാൻ ഡിസൈനിങ് മാത്രം നോക്കണം. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചോണ്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇതുപോലെ വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കണമെന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, നല്ല ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ? ഇല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. ഇവര് കൂടെ പറഞ്ഞുതരും സീനിയേഴ്സ് ഒക്കെ? പറഞ്ഞുതരും. ഞാൻ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ ആയിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ കുറച്ച് ട്രെയിനിങ്ങും 1 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ ക്യാമറയുടെ സെറ്റിങ്സ്, അങ്ങനത്തെ ലൈറ്റിങ് അങ്ങനത്തെ, പിന്നെ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ അവരെങ്ങനെ പറയണം, എങ്ങനെ ഒരു വീഡിയോയിൽ എങ്ങനെ അവർ പ്രസന്റ് ചെയ്യണം, അതൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ എക്സ് പഠിച്ചു തുടങ്ങാന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ഒരു പുതുമ ഉണ്ടാവുമല്ലോ പഠിക്കുമ്പോൾ. അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഫീൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടപ്പോ ഇത് എന്താണ്, ഇത് കുറെ ലെയർ ഒക്കെ ഉണ്ടല്ലോ, കുറെ വിൻഡോസ്, നോർമൽ സ്ക്രീൻ അല്ല, 3 വിൻഡോ ഉണ്ടല്ലോ. ഓരോ സ്ഥലത്ത് ഓരോന്റെ വീഡിയോ എടുക്കണേ, ഏത് പൊസിഷൻ ഒന്നും അറിയത്തില്ല. അപ്പൊ പിന്നെ സീനിയേഴ്സ് പറഞ്ഞു തന്നു ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒരു വട്ടം പറഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ട് ആയാലും നോക്കി, പിന്നെ നോക്കുമ്പോ കുറെ ലെയേഴ്സ് അവിടെ ഇവിടെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നെ എന്തോ പോലെ, ഇത് എന്താണ്, ഇത് കറക്കാതിരിക്കുക, അവിടെ വെക്കുക, ഇവിടെ വെക്കുക. പിന്നെ നോക്കി ചെയ്തു. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയി. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയാവും, നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഓരോ ആംഗിള്, ഓരോ സീൻ, ഓരോ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുക, ഓരോ ടെക്സ്റ്റ്, അങ്ങനെ പ്രത്യേകിച്ച് കുറെ കാര്യങ്ങളുണ്ട്. വെച്ചാൽ കുറെ കാര്യങ്ങൾ AI വെച്ചിട്ടായാലും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനായാലും വീഡിയോ എഡിറ്റിംഗ്, ഇപ്പൊ എനിക്ക് ഡിസൈനിങ് ആയാലും ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീരും. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ നോക്കും കുറെ ലെയർ, അതായത് ഇവിടുന്ന് എടുത്ത് അങ്ങനെ വെക്കുക, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഞാൻ ഇത് എന്തൊട്ടാണ് ഈ കാട്ടി തരുന്നത്? സീരിയസ്ലി ഒന്നും മനസ്സിലായില്ല ഫസ്റ്റ്. പിന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇംപ്രൂവ് ആയോ ഇപ്പൊ ഏകദേശം? ഞാൻ ഫ്രീ ടൈമിലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താണ് സംഭവം, ഇങ്ങനെ ചെയ്ത ബെറ്റർ ആയിരിക്കും എന്നുള്ള ഐഡിയ നമുക്ക് വരുമല്ലോ. ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ.